എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കൂരിക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ കൂരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല വൃത്തിയാക്കി എടുക്കുക എന്നുള്ള ജോലിയാണ്. അപ്പോൾ തേച്ച് ഉരച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മെനക്കെട്ട പണിയാണ്, എന്നാലും ചെയ്തെടുത്തിട്ടുണ്ട്. കൂരി ഇവിടെ മെഡിക്കൽ ചുരുക്കമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മുറിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ട് കുറച്ച് കൊച്ചുള്ളിയും, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കല്ലുമ്മലിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമുക്ക് മീൻ കഷ്ണങ്ങൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങാപ്പാലിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 1-ാം പാല്, 2-ാം പാലും 3-ാം പാലും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉലുവ ഒന്ന് പൊട്ടി വരണം കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വന്നപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക്. ഇനി ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ചതച്ചേക്കണത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂരിക്കറി എന്ത് മീൻ കറിയാണെങ്കിലും നമ്മൾ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടേസ്റ്റ് നമുക്ക് തോന്നും കേട്ടോ. സവാളേനേക്കാളും അധികം ചെറിയുള്ളി ചേർത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിന്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. അതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് മുരിച്ചെടുക്കാം നമുക്ക്. ഉള്ളിയുടെയൊക്കെ കളറൊന്ന് ചെറുതായിട്ട് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-2.25 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ആ പച്ചക്കുത്ത് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ എടുത്തേക്കണ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളമാണ് ട്ടോ ചേർത്ത് കൊടുക്കണത്. മൂത്ത് വന്നപ്പോൾ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഒരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ കഷ്ണം കുടംപുളിയാണ്. അത് വീട്ടിലുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലല്ല കേട്ടോ, അടുത്ത വീട്ടിലുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ നല്ല പുളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കഷ്ണം പുളി മതിയാവും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 2-ാം പാലും 3-ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഞാൻ. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
കൂരി നന്നാക്കാനായിട്ട് എനിക്ക് അത്ര ഒരു ഇതില്ല. കാരണം വീട്ടിൽ കൂരി മേടിക്കലൊക്കെ ചുരുക്കമാണ്. കൂരി അങ്ങനെ മേടിക്കാറില്ല. ചേട്ടനൊന്നും കഴിക്കില്ല. അതുകൊണ്ട് കൂരി മേടിക്കലൊക്കെ ചുരുക്കമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൻ്റെ സഹായത്തോടെ ഇങ്ങനെയൊക്കെ നോക്കി കൂരി ക്ലീൻ ചെയ്തെടുത്തത് കേട്ടോ. നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിക്ക് പതുക്കെ ഒന്ന് ഗ്രേവിയിൽ മുങ്ങി കിടക്കണ രീതിക്ക് ഒന്ന് ആക്കിയെടുക്കണം നമുക്ക് കഷ്ണങ്ങളൊക്കെ. ഇനി കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സൈഡിലൊക്കെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നുകൂടെ ഒന്ന് കഷ്ണങ്ങൾ ഉടയാത്ത രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കറിയൊക്കെ ഏകദേശം നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കറിയുടെ ഉപ്പ് പുളി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ നമുക്ക്. ശരിക്കും ഒരു ദിവസം വെച്ചിരുന്ന് പിറ്റേന്ന് ദിവസം ആകുമ്പോഴേ നമ്മുടെ കറിയുടെ പുളിയൊക്കെ ഒന്ന് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. പുളി ഉപ്പ് ഒക്കെ മീൻ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. അതൊക്കെ പിടിച്ചു കഴിഞ്ഞാലാണ് കോരിക്കറി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഉപ്പും പുളിയൊക്കെ നോക്കുന്നുണ്ട് ഞാൻ. അപ്പം അത് ഏകദേശമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിനി ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കുറച്ചും കൂടി ചാറൊന്ന് വറ്റട്ടെ. ഇടയ്ക്ക് തുറന്ന് നോക്കിയപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, നല്ലൊരു അടിപൊളി ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു കറിയൊക്കെ കുറുകി വന്നപ്പോൾ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലാണ്. നമുക്കപ്പോൾ ഇനി നമ്മുടെ പാലൊഴിച്ച് കൊടുക്കാം. കാരണം പാലൊഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ തിളക്കേണ്ട കാര്യമില്ല. കാരണം മൺകലം അതിൻ്റെ പേരിൽ ഇരുന്ന് ഒന്നും കൂടി കുറുകും. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ആ ചൂട് കാരണം ഇരുന്ന് ഇതാവണയാണ്. കറിവേപ്പിലൊക്കെ കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ കോരിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനിത് പിറ്റേന്ന് ദിവസം രാവിലത്തേക്കാണ് കേട്ടോ എടുത്തത്. അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. താങ്ക് യു.